ഇന്ന് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മളുടെ ഇപ്പോൾ ഈ ബ്രൊക്കേഡ് പോലത്തെ ഫാബ്രിക്സ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ സീം എലമെൻറ്റ്സ് നമ്മൾ ഉള്ളിലേക്ക് മറച്ചിട്ടില്ലെങ്കിൽ അതെന്താവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഇങ്ങനെ നൂലൊക്കെ പുറത്തേക്ക് തള്ളി വരും. അതുപോലെ കുട്ടികൾക്കൊക്കെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നതെങ്കിൽ അവർക്കത് ദേഹത്ത് കുത്തിക്കൊള്ളണ പോലെ ആ ഒരു സരി ത്രെഡിൻ്റെ ആ ഒരു ഭാഗമൊക്കെ ഇങ്ങനെ കുത്തിക്കൊള്ളണ പോലെ തോന്നും. സാധാരണ നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ ലൈനിങ്ങും മെയിൻ ക്ലോത്തും വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കും. അതിനുശേഷം നമ്മൾ നമ്മുടെ ബോഡി പാർട്ടിലേക്ക് ഷോൾഡറിലേക്ക് അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യാറുള്ളത്. ഇവിടെ പക്ഷെ നമ്മൾ ചെയ്യാൻ പോകുന്നത് മെയിൻ ക്ലോത്ത് വേറെ അറ്റാച്ച് ചെയ്യുന്നു, അതുപോലെ ലൈനിങ് വേറെ അറ്റാച്ച് ചെയ്യുന്നു. ഇത് വേറെ ആരെങ്കിലും ചെയ്തിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. പക്ഷെ ഞാനിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്, കാരണം നമ്മൾ ബോഡി പാർട്ടും സ്കേർട്ട് പാർട്ടും കൂടി ജോയിൻ ചെയ്യുമ്പോൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ ഞാനൊരു സ്ലീവിൽ അറ്റാച്ച് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര സക്സസ്ഫുള്ളായി. അപ്പോൾ ഞാൻ ഈ സൈഡ് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കറക്റ്റായിട്ട് ഷോൾഡർ മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ എത്രയാണോ നമുക്ക് ഫ്രില്ല് വേണ്ടത് അതും കൂടി ഞാനൊന്ന് മാർക്ക് ചെയ്ത് എടുക്കുന്നുണ്ട്. പിന്നെ സാധാരണ നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്യുമ്പോൾ സെൻട്രൽ നിന്ന് ലെഫ്റ്റിലോട്ടും സെൻട്രൽ നിന്ന് റൈറ്റിലോട്ടും ചെയ്യാറുള്ളത്. സെൻട്രൽ നിന്നാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക. പക്ഷേ ഇവിടെ ഞാൻ പഫ് സ്ലീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം തുണി വന്നാലും നമുക്കത് അവിടെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാമല്ലോ. അതുകൊണ്ട് ഞാനിവിടെ ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. എന്നിട്ട് സെൻറ്ററിൽ ഇതുപോലെ നമുക്കൊന്ന് പിൻ ചെയ്ത് വെക്കാം. എന്നിട്ട് ബാക്കിയുള്ള ഭാഗം നമുക്കിതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് മെയിൻ ക്ലോത്ത് മാത്രമാണ് നമ്മൾ അറ്റാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല വശത്തേക്കാണ് നമ്മൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതായത് സ്ലീവിൻ്റെ നല്ല വശവും ബോഡി പാർട്ടിൻ്റെ നല്ല വശവും ചേർന്ന് വരുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ അറ്റാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതിൽ നമ്മൾ ലൈനിങ് സെപ്പറേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ പ്ലീറ്റ്സ് എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ലൈനിങ്ങിൻ്റെ ഭാഗം ഇതേപോലെ ഒന്ന് ബാക്കിലോട്ട് വെച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ മെയിൻ ക്ലോത്തും ഒരേപോലെ വരുന്ന രീതിയിലും ലൈനിങ്ങും ഒരേപോലെ വരുന്ന രീതിയിലുമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ അത് നല്ല വശത്തേക്ക് തിരിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള സീം എലവൻസ് എല്ലാം ഉള്ളിലേക്ക് പോയിട്ട് നീറ്റായിട്ടുള്ള എഡ്ജസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ നമുക്ക് നീറ്റായിട്ട് ഉള്ളിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഷോൾഡറിൻ്റെ അവിടുത്തെ സീം എലവൻസ് എല്ലാം ഉള്ളിലേക്ക് പോയി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു മെയിൻ ക്ലോത്തും അതേപോലെ തന്നെ നമ്മുടെ ലൈനിങ് ക്ലോത്തും കൂടി ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് നമുക്കൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് താഴെ ഇതേപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ പ്ലീറ്റ്സ് ഇടുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി പഫ് നന്നായിട്ട് നിൽക്കാനുള്ള ഒരു ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുകളിൽ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ ഇടുന്ന പ്ലീറ്റ്സ് ഉണ്ടല്ലോ, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേണം താഴെ നമ്മൾ പ്ലീറ്റ്സ് മടക്കി കൊടുക്കാൻ. അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി നല്ല രീതിയിൽ പഫായിട്ട് കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ അതൊരു ടിപ്പാണ്. അതിന് ശേഷം നമുക്ക് എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ അതുപോലെ എക്സ്ട്രാസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം വേറൊരു ക്ലോത്ത് വെച്ചിട്ട് നമുക്ക് വേറൊരു പീസ് ക്ലോത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം ഇങ്ങനെ വെച്ചിട്ട് ജോയിൻ ചെയ്തിട്ട് ആസ് യൂഷ്വൽ ചെയ്യുന്ന പോലെ തന്നെ പഫ് സ്ലീവ് നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനത് എക്സ്ട്രാസൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. അതിന് ശേഷം ഈ ഒരു ക്ലോത്ത് ഇതുപോലെ ഇങ്ങനെ വെച്ചു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺട്രാസ്റ്റ് ഏതെങ്കിലും ക്ലോത്ത് വേണമെങ്കിലോ അല്ലെങ്കിൽ ഗോൾഡൻ കളർ ക്ലോത്ത് വേണമെങ്കിലോ ഒക്കെ ചെയ്യാം. അപ്പോൾ ഒന്നുകിൽ മുകളിൽ വെച്ചിട്ട് താഴേക്ക് മടക്കി അടിക്കാം. ഞാനിപ്പോൾ താഴെ വെച്ചിട്ട് മുകളിലേക്ക് ആ ഒരു പീസ് വരുന്ന രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഞാനൊരു ലേസും കൂടി ഗോൾഡൻ കളർ ലേസ് കൂടി അവിടെ തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം കാണിക്കാം. ഇതുപോലെ നീറ്റായിട്ട് നമുക്ക് പഫ് സ്ലീവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്കേർട്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ അതിലാണ് ഞാൻ ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്ത് നോക്കിയത്. അപ്പോൾ നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കൂ. നല്ല വൃത്തിയായിട്ട് നമുക്ക് കിട്ടും. അതോടൊപ്പം തന്നെ നല്ല കംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ കമൻറ്റ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ. അതേപോലെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള റണ്ണിങ് ക്ലോത്ത്സും നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. താങ്ക്